നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പോലീസുകാരൻ പിടിയിൽ. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് CPO സജീഷാണ് പിടിയിലായത്. കോടാലിയിൽ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടന്ന് രോഗഭീതി പരത്തുന്നതായി പരാതി. ചെളിവെള്ളത്തിലിറങ്ങി നിന്ന് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. ആളൂർ പഞ്ചായത്ത്, കൊടകര ഗ്രാമപഞ്ചായത്തുകളിൽ കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത. പറപ്പൂക്കര പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഞാറ്റുവേല മഹോത്സവവും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ഈ മാസം 5, 6 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ വിശദമായി. മറ്റത്തൂർ പഞ്ചായത്തിന്റെ വ്യാപാര സ്ഥിര കേന്ദ്രമായ കോടാലിയിൽ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടന്ന് രോഗഭീതി പരത്തുന്നതായി പരാതി. ടാക്സി സ്റ്റാൻഡ്, ബസ് കാത്തിരിപ്പ് കേന്ദ്രം, വനിതാ ജിംനേഷ്യം, പൊതു ടോയ്ലറ്റ്, മത്സ്യ മാംസ വിപണന കേന്ദ്രങ്ങൾ എന്നിവ സ്ഥിതി ചെയ്യുന്നതിന് സമീപത്താണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. വെള്ളക്കെട്ട് പരിഹരിച്ച് രോഗം പടരുന്ന സാഹചര്യം ഒഴിവാക്കാൻ നടപടി ഉണ്ടാകാത്തതിൽ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ചെളിവെള്ളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി നൈജോ ആൻഡോ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ, സിജിൽ ചന്ദ്രൻ, ബ്ലോക്ക് സെക്രട്ടറി KA ഹനീഫ, ബൂത്ത് പ്രസിഡന്റ് CB വാസുപുരം, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ലിനോ മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു. സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഇനിയും ഉയരും. പ്രതിഷേധങ്ങൾ ഉയരട്ടെ. ആളിക്കത്തിപ്പടരട്ടെ. പഞ്ചായത്തിന് അധികാരികളെ ബസ് സ്റ്റോപ്പിലെ വെള്ളക്കെട്ടിൻ പരിഹാരങ്ങൾ കണ്ടെത്തൂ. പ്രതിഷേധം കോൺഗ്രസിൻ പ്രതിഷേധം. കോൺഗ്രസ് സിന്ദാബാദ്. 2000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പോലീസുകാരൻ പിടിയിൽ. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് CPO സജീഷാണ് വിജിലൻസിന്റെ പിടിയിലായത്. തമിഴ്നാട് സ്വദേശികളുടെ ഇൻഷുറൻസ് ക്ലെയിമുമായി ബന്ധപ്പെട്ട പരാതിയിൽ പരാതിക്കാരന് ആവശ്യമായ രേഖകൾ നൽകുന്നതിനാണ് പണം ആവശ്യപ്പെട്ടത്. തമിഴ്നാട് സ്വദേശികളുടെ പരിചയക്കാരനായ യേശുദാസ് എന്ന വ്യക്തിയിൽ നിന്നാണ് താൻ ചെയ്തു വരുന്ന സഹായത്തിന് 2000 രൂപ നൽകണമെന്ന് സജീഷ് ആവശ്യപ്പെട്ടത്. യേശുദാസ് വിജിലൻസ് ഓഫീസുമായി ബന്ധപ്പെടുകയും സജീഷിനെ കുടുക്കുന്നതിനായി വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകിയ പണവുമായി സജീഷിന് അരികിൽ എത്തുകയുമായിരുന്നു. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിജിലൻസ് സംഘം സജീഷിനെ പിടികൂടിയത്. കൊടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ഞാറ്റുവേല ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കൃഷി ഓഫീസർ J നയനതാര, ബ്ലോക്ക് അംഗം VK മുകുന്ദൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോയ് നെല്ലിശ്ശേരി, ദിവ്യ ഷാജു, ഫാർമർ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് KC ജെയിംസ്, അംഗങ്ങളായ TK പത്മനാഭൻ, MM ഗോപാലൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ AR രാജേശ്വരി, കൊടകര ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ എന്നിവർ പ്രസംഗിച്ചു. ജൂലൈ 5 വരെയാണ് തിരുവാതിര ഞാറ്റുവേല. കൃഷിഭവൻ പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ടിൽ വരെ എത്തിക്കുകയും കർഷകർക്ക് വേണ്ട ഉൽപാദന ഉപാധികൾ ലഭ്യമാകുകയും ആണ് ഞാറ്റുവേല ചന്തയിലൂടെ ലക്ഷ്യം കാണുന്നത്. ചടങ്ങിനോടനുബന്ധിച്ച് JLG ഗ്രൂപ്പുകൾക്കുള്ള പച്ചക്കറി തൈ വിതരണവും നടത്തി. പഞ്ചായത്തിന്റെയും കർഷകരുടെയും കർഷക സമിതികളുടെയും ഈക്കോ ഷോപ്പിന്റെയും സഹകരണത്തോടെയാണ് ചന്ത നടക്കുന്നത്. ആളൂർ പഞ്ചായത്തും ആളൂർ കൃഷിഭവനും സംയുക്തമായി ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. കൃഷിഭവൻ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടി പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ദിബിൻ പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ ബിന്ദു ഷാജു,
ഷൈനി തിലകൻ, ജുമൈല സഗീർ എന്നിവർ സന്നിഹിതരായി. പച്ചക്കറി വിത്തുകൾ, തൈകൾ, ചെണ്ടുമല്ലി തൈകൾ, ജൈവ കീടരോഗ നിയന്ത്രണകാരികൾ, ജൈവവളങ്ങൾ തുടങ്ങിയവ വിൽപ്പനയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. വാർഷിക പദ്ധതി പ്രകാരം ചെണ്ടുമല്ലി തൈ സൗജന്യമായി, പച്ചക്കറി തൈ എന്നിവയുടെ വിതരണവും നടത്തി. പറപ്പൂക്കര പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഞാറ്റുവേല മഹോത്സവവും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ഈ മാസം 5, 6 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5-ന് രാവിലെ 10:30-ന് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിലെ പ്രതിഭകളെയും ചടങ്ങിൽ അനുമോദിക്കും. വാർത്താ സമ്മേളനത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് R. നാരായണൻകുട്ടി, ഭരണസമിതി അംഗങ്ങളായ PK പ്രസാദ്, ചന്ദ്രൻ ചിറ്റിയത്ത് എന്നിവർ പങ്കെടുത്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45,000 രൂപ ചെലവിൽ പഞ്ചായത്തിന്റെ പബ്ലിക് ലൈബ്രറിയിലേക്ക് വാങ്ങിയ പുസ്തകങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് കൈമാറി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KC പ്രദീപ്, MK ശൈലജ, NM പുഷ്പാകരൻ, പഞ്ചായത്ത് സെക്രട്ടറി G. സബിത, MK കമല, K. സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല പൊൻകുന്നം വർക്കി അനുസ്മരണം സംഘടിപ്പിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ മലയാള വിഭാഗം അധ്യാപിക PB ധന്യ ക്ലാസ് നയിച്ചു. സഹൃദയ കോളേജ് BA മലയാള വിഭാഗം വിദ്യാർത്ഥികളായ NS സബിത, ലയ സിജോ എന്നിവർ പൊൻകുന്നം വർക്കിയുടെ കൃതികൾ അവതരിപ്പിച്ചു. ലൈബ്രറിയൻ സുഷമ T. ശാന്തൻ, ഗ്രീഷ്മ അഖിൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ഗ്രന്ഥശാല സന്ദർശിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ തയ്യാറാക്കിയ അറിവോർമ്മകൾ പുസ്തകം പ്രകാശനം ചെയ്തു. വിദ്യാലയത്തിന്റെ GK ക്ലബിന്റെ നേതൃത്വത്തിൽ ആനുകാലിക സംഭവങ്ങളെ ഉൾപ്പെടുത്തി കുട്ടികൾ തയ്യാറാക്കിയ 1000-ഓളം പൊതുവിജ്ഞാന ചോദ്യങ്ങളുടെ ശേഖരമാണ് അറിവോർമ്മകൾ. മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ K. പ്രസാദ് പ്രകാശന കർമ്മവും വിദ്യാലയത്തിന്റെ തനത് പ്രവർത്തനമായ GK ക്ലബിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. വിദ്യാലയത്തിലെ കുട്ടികളെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുപ്പിക്കാനും പത്രവായന പ്രോത്സാഹിപ്പിക്കാനുമാണ് GK ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. ചടങ്ങിൽ മാതൃസംഘം പ്രസിഡന്റ് CB സുരേഷ് അധ്യക്ഷയായി. പ്രധാന അധ്യാപിക ജിഷ മാത്യു, SMC ചെയർമാൻ NC സജീവൻ, സ്റ്റുഡന്റ് കൺവീനർ TS നിവേദ് എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകാലം സാമ്പത്തിക രംഗത്തെ നിറസാന്നിധ്യമായ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ ഖന്ന ഫിൻലീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആമ്പല്ലൂരിലെ നവീകരിച്ച ഹെഡ് ഓഫീസ് നാടിന് സമർപ്പിച്ചു. കുണ്ടുകാവ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഓഫീസ് അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ VT മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ KO ജോൺസൺ പദ്ധതി അവലോകനം നടത്തി. സമ്പുഷ്ട ഗ്രൂപ്പ് ചെയർമാൻ EG സന്തോഷ് കുമാർ, ഡയറക്ടർ TP ആന്റണി, സമ്പുഷ്ട കുറീസ് മാനേജിംഗ് ഡയറക്ടർ TB പ്രേമചന്ദ്രൻ, സമ്പുഷ്ട കുറീസ് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് P. ഉണ്ണികൃഷ്ണൻ, ഓഡിറ്റർ C. ഹിരൺ, കമ്പനി സെക്രട്ടറി K. ശ്രീകൃഷ്ണകുമാർ, ആമ്പല്ലൂർ NSS കരയോഗം പ്രസിഡന്റ് C. മുരളി എന്നിവർ പ്രസംഗിച്ചു. സാധാരണക്കാരന് ഉപയോഗമാകുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തനം നടക്കട്ടെ എന്നും വർഷങ്ങളായിട്ടുള്ള പ്രവർത്തന പരിചയമുള്ളവരാണ് ഇത് കൊണ്ടു നടക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതന്നെ ഉറച്ച വിശ്വാസമുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ സ്റ്റാഫ് അംഗങ്ങൾ, സമ്പുഷ്ടരുടെ ഷെയർ ഹോൾഡേഴ്സ്, എല്ലാ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്നയുടെ പേരിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഇത്രയും വർഷങ്ങളായിട്ടുള്ള വളർച്ചകൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെ അവർ എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് ഞങ്ങൾക്ക് തന്നെ ആത്മാഭിമാനം ഉയർത്തുന്ന വാർത്തയാണ്. ഇതുവരെ സ്നേഹിച്ച എല്ലാവർക്കും നന്ദി. ഇനിയും എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്നത് ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഏത് രീതിയിൽ വേണം, നിങ്ങൾ ഇന്നപോലെ പോയാൽ നിങ്ങൾക്ക് ഇന്നപോലെ നടക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ള ശ്രീകൃഷ്ണ സാർ. റിസർവ് ബാങ്ക് ഇപ്പൊ പറഞ്ഞു 2 കോടി ക്യാപിറ്റൽ മതിയായിരുന്നു. ഇപ്പൊ അവര് പറയുന്നത് 2 കോടി കൊണ്ട് എന്ത് ചെയ്യാനാ, 5 കോടിയാക്കാൻ പറഞ്ഞു. അപ്പൊ ഈ 31 മാർച്ച് 25 5 കോടിയാണ്. ഈ കുണ്ടുകാവ് ക്ഷേത്രത്തിലിട്ട് ഈ റൂമിൽ വന്നിട്ട് ഈ പരിപാടി ആരംഭിച്ചിട്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, താഴേക്കല്ല ഈ സ്ഥാപനത്തിൽ ദിവസം പോലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നാട്ടിലെ ഇതുപോലെ എല്ലാവരും ഒരാളായിട്ട് വളരെയധികം സന്തോഷിക്കുന്നു. അംഗീകാരത്തോടുകൂടി സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് നല്ലൊരു അന്തസ്സുണ്ട് എന്ന് ചെയ്യാൻ പോകും. അതിന് വളരെയധികം വെല്ലുവിളികളുണ്ട്. കാരണം റിസർവ് ബാങ്ക് അത്രയ്ക്കധികം നിഷ്കർഷകൾ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സൂചനമാണെന്ന്
കന്നാപ്പി റിലീസ് നേരത്തെ കമ്പനി സെക്രട്ടറി പറഞ്ഞ പോലെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കന്നാപ്പി റിലീസിന്റെ ഈ നവീകരിച്ച ഹെഡ് ഓഫീസിന് എല്ലാ ഭാവങ്ങളും ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഈ കന്നാപ്പി റിലീസിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച പുതിയ നവീകരിച്ച സ്ഥാപനം ഉദ്ഘാടനം നിർവഹിച്ച അളപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീവനിക്ക് നൽകുന്നതായ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ശ്രീമതി കെ രാജേശ്വരി. കേരളത്തിലെ മുൻനിര ഗോൾഡ് ലോൺ സ്ഥാപനങ്ങളുടെ മാതൃകയിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഗോൾഡ് ലോണുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിച്ചേരാനാണ് കമ്പനിയുടെ ശ്രമമെന്നും അതിന് ഉത്തമ ഉദാഹരണമായാണ് കമ്പനി കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങുന്നതെന്നും മാനേജ്മെന്റ് അറിയിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തിലും നേരിട്ടുള്ള നിയന്ത്രണത്തിലും പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഖന്ന ഫിൻലീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. സാധാരണക്കാരുടെയും വ്യാപാരി വ്യവസായികളുടെയും സാമ്പത്തിക ആവശ്യങ്ങൾ സുരക്ഷിതമായും സുതാര്യവുമായാണ് ഖന്ന നിറവേറ്റുന്നത്. സാമ്പത്തിക ആവശ്യങ്ങൾക്ക് സാധാരണക്കാരന്റെ വിശ്വസ്ത സ്ഥാപനം ഖന്ന ഫിൻലീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊണ്ടുകാവ് ഷോപ്പിംഗ് കോംപ്ലക്സ്, ആമ്പല്ലൂർ. ഫോൺ നമ്പർ 8129054834. മുപ്പളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ജാഥ സംഘടിപ്പിച്ചു. സീനിയർ അസിസ്റ്റന്റ് AK അമൃതപ്രിയ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ലഹരിക്കെതിരെ എന്ന വിഷയത്തിൽ സീനിയർ കേഡറ്റുകളുടെ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. SPC കേഡറ്റുകളുടെ സൈക്കിൾ റാലി GSI വിനോദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ICSE സ്കൂളുകളുടെ സോണൽ തല യോഗ മത്സരത്തിന് വരന്തരപ്പള്ളി ലോർഡ്സ് അക്കാദമിയിൽ വേദിയാകുന്നു. വ്യാഴാഴ്ച നടക്കുന്ന യോഗ മത്സരത്തിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 15 സ്കൂളുകൾ മത്സരത്തിൽ പങ്കെടുക്കും. സോണൽ കൺവീനറും ക്രൈസ്റ്റ് വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പാളുമായ ഫാദർ ജോയ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്യും. കേരള വനം വന്യജീവി വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി തൃശൂർ ഡിവിഷൻ ചാലക്കുടി റേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി പാമ്പുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പുതുക്കാട് GVHS സ്കൂൾ, ചെങ്ങാലൂർ സെന്റ് മേരീസ് HS സ്കൂൾ, നെന്മണിക്കര MKMC UP സ്കൂൾ, ചെങ്ങാലൂർ ALP സ്കൂൾ, തലോർ ദീപ്തി HS സ്കൂൾ എന്നീ പരിസരങ്ങളിൽ പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് സർപ്പ വളണ്ടിയർമാർ അടക്കം പരിശോധന നടത്തി. തുടർന്ന് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി റേഞ്ചർ C പ്രേംനാഥ് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ക്ലാസ് എടുത്തു. സർപ്പ വളണ്ടിയർ ദിനേഷ് ആമ്പല്ലൂർ, പ്രിൻസിപ്പൽമാരായ റെമി വർഗീസ്, പ്രധാനാധ്യാപിക ബിന്ദു, ജിജിമോൾ, സിസ്റ്റർ ടെസ്മി, നിബിത എന്നിവർ സന്നിഹിതരായി. മലയോരത്തെ മഴക്കാഴ്ചകൾക്ക് നിറച്ചാർത്തു പകർന്ന് പതഞ്ഞൊഴുകുന്ന ചെറുവെള്ളച്ചാട്ടം മനം കവരുന്നു. മഴമേഘങ്ങൾക്ക് കീഴെ പച്ച പുതച്ചുറങ്ങുന്ന കോടശ്ശേരി മലയുടെ താഴ്വാരത്തുള്ള മുട്ടത്തുകുളങ്ങരയിലാണ് ചെറുവെള്ളച്ചാട്ടം കാഴ്ചക്കാരിൽ കുളിരുള്ള അനുഭൂതി നിറയ്ക്കുന്നത്. പാറക്കെട്ടിലൂടെ വെള്ളിച്ചില്ലു വിതറി പതഞ്ഞൊഴുകുന്ന കാട്ടരുവിയാണ് ഇവിടെ വശ്യമനോഹാരിത തീർക്കുന്നത്. കോടശ്ശേരി മലയിലെ നാഗത്താൻ പാറയ്ക്കു സമീപത്തു നിന്നും ഉത്ഭവിക്കുന്ന നീരുറവയാണ് താഴ്വാരത്തെ സ്വകാര്യ റബ്ബർ തോട്ടത്തിലുള്ള പാറക്കെട്ടിലൂടെ പതഞ്ഞൊഴുകി ദൃശ്യവിരുന്നാകുന്നത്. മഴക്കാലത്തു മാത്രം ശക്തിപ്പെടുകയും മഴ ദുർബലമാകുമ്പോൾ നേരത്തെ ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് ഈ ചെറുവെള്ളച്ചാട്ടം. പരിസരത്ത് മരങ്ങളും വള്ളിപ്പടർപ്പുകളും വളർന്നു നിൽക്കുന്നതിനാൽ ഹരിതാഭമാണ് ഇവിടം. വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദൂരദിക്കുകളിൽ നിന്നുള്ളവരടക്കം നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ സംയുക്തമായി നടത്തുന്ന കർഷക ഗ്രാമസഭ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 9:30 കൃഷിഭവൻ പരിസരത്ത് വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് നിർവഹിക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ അധ്യക്ഷത വഹിക്കും. ടിഷ്യൂ കൾച്ചർ നേന്ത്രവാഴ, കവുങ്ങിൻ തൈകൾ, കോടാലി മുളക് തൈകൾ, വിവിധതരം പച്ചക്കറി തൈകൾ, അലങ്കാര ചെടികൾ, ഫലവൃക്ഷ തൈകൾ, ജൈവവളം, ജീവാണു കീടനാശിനികൾ, ജൈവ കീടനാശിനികൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരിക്കുന്നതാണ്. മുപ്പളിയം മഠപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ശനിയാഴ്ച നടക്കും. രാവിലെ 5:30 ക്ഷേത്ര ചടങ്ങുകൾ, ഉഷപൂജ, ഗണപതി ഹോമം, അഭിഷേകങ്ങൾ, 9:30 രുദ്രാഭിഷേകം, 10:30 ഉച്ചപൂജ, രാവിലെ 11:30 മുതൽ അന്നദാനം, വൈകിട്ട് 5 ക്ഷേത്ര ചടങ്ങുകൾ, പ്രത്യേക പൂജ, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, തുടർന്ന് ഭഗവത് സേവ എന്നിവയും ഉണ്ടായിരിക്കും. വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ആഘോഷവും പ്രസാദൂട്ടും വ്യാഴാഴ്ച നടത്തും. പുലർച്ചെ മുതൽ നടക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വിജയൻ കാരുമാത്ര മുഖ്യ കാർമ്മികത്വം വഹിക്കും.
തുടർന്ന് പഞ്ചാരി മേളത്തോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളിപ്പ് 10:30 മുതൽ, അന്നദാനം വൈകിട്ട് 6:30 മുതൽ ദീപാരാധന, സമൂഹാരാധന, അത്താഴപൂജ, വലിയ ഗുരുതി എന്നിവയും ഉണ്ടായിരിക്കും. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ വ്യാഴാഴ്ച മാർ തോമാ ശ്ലീഹായുടെ ദുക്രാന തിരുനാൾ ഊട്ടുതിരുനാളായി ആഘോഷിക്കും. തിരുനാൾ ദിനത്തിൽ രാവിലെ 7-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, തുടർന്ന് ഊട്ടുവെഞ്ചിരിപ്പ്, 8-ന് കുരിശുമുടിയിൽ കുർബാന, 10-ന് ആഘോഷമായ റാസ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും തിരുശേഷിപ്പ് വണക്കവും ഉണ്ടായിരിക്കും. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന് റാങ്കിൻ്റെ പൊൻതിളക്കം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2022-25 ബാച്ച് BSc കെമിസ്ട്രി വിഭാഗത്തിൽ 2ാം റാങ്ക് മാളവിക നമ്പ്യാർ കരസ്ഥമാക്കി. സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിവസവും സ്വർണ്ണവില ഉയർന്നു. പവന് 360 രൂപയാണ് ഉയർന്നത്. 1 പവൻ സ്വർണത്തിൻ്റെ വിപണി വില 72,520 രൂപയാണ്. ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 9,065 രൂപയുമായി. ചൊവ്വാഴ്ച പവന് 840 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില 4 ദിവസത്തേക്ക് ശേഷം വീണ്ടും 72,000 കടന്നിരുന്നു. തുടർച്ചയായ ഇടിവിന് ശേഷമാണ് സ്വർണ്ണവില ബുധനാഴ്ച ഉയർന്നത്. 3,200 രൂപയോളം കുറഞ്ഞ ശേഷമാണ് വില വർധന. 2 ദിവസം കൊണ്ട് 1,200 രൂപയാണ് പവന് വർദ്ധിച്ചത്. വില ഇടിഞ്ഞതോടെ പവന് 70,000-ന് താഴേക്ക് എത്തുമെന്ന ഉപഭോക്താക്കളുടെ പ്രതീക്ഷ തകർത്താണ് പവൻ്റെ വില കുതിച്ചത്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 115 രൂപയാണ്. ഇനി കാണാം ഇൻഫോടോക്ക്. തൊണ്ട, മൂക്ക്, ചെവി, വായ, നാക്ക്, ചുണ്ടുകൾ, കവിൾ, ഉമിനീർ ഗ്രന്ഥികൾ എന്നീ അവയവങ്ങളിലുണ്ടാകുന്ന ക്യാൻസറുകളെയാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് പറയുന്നത്. ഇവയുടെ ലക്ഷണങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ ഇൻഫോടോക്ക്. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിന്റെ പ്രധാന വില്ലൻ. രോഗം ബാധിക്കുന്ന അവയവത്തിനനുസരിച്ച് രോഗലക്ഷണങ്ങളിൽ മാറ്റം വരാം. നാക്ക്, കവിൾ എന്നീ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന നിറവ്യത്യാസം, ഉണങ്ങാത്ത മുറിവുകൾ, മാറാത്ത വായ്പുണ്ണ്, വിട്ടുമാറാത്ത തൊണ്ടവേദന, തൊണ്ടവീക്കം, ശബ്ദത്തിലെ മാറ്റം, ആഹാരം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, വായിലോ കഴുത്തിലോ മുഴകൾ കാണപ്പെടുന്നത്, മോണയിൽ നിന്ന് രക്തം പൊടിയുക, മൂക്കിൽ നിന്ന് രക്തം വരിക, വായ തുറക്കാൻ ബുദ്ധിമുട്ട് തോന്നുക, നാവിനും കവിളിലുമുണ്ടാകുന്ന നിറവ്യത്യാസം എന്നിവയൊക്കെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിന്റെ ലക്ഷണങ്ങളാകാം. അതുപോലെ തന്നെ ശ്വാസതടസ്സം, തലവേദന, മുഖത്തിന് വീക്കം, കഴുത്തിന് വീക്കം, കഴുത്തുവേദന, വായ്നാറ്റം, ചെവിവേദന, ചർമ്മത്തിലെ നിറവ്യത്യാസം, പല്ലുകൊഴിയുക, വായിലെ വെളുത്ത പാടുകൾ, ചുണ്ടിലെ മുഴ എന്നിവയൊക്കെ രോഗലക്ഷണങ്ങളാകാം. ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കുക. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,065 രൂപ, പവന് 72,520 രൂപ. വെണ്ടൂർ ചക്കാലമറ്റത്ത് പനംകുളത്തുകാരൻ ഔസേപ്പ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സെലീനയാണ് ഭാര്യ. ഡാർലി, ഷാലി, റീത്ത എന്നിവർ മക്കളും. ഡേവിസ്, തോമസ്, പരേതനായ വർഗീസ് എന്നിവർ മരുമക്കളുമാണ്. തൊട്ടിപ്പാൾ കല്ലിങ്ങൽ ജോസ് ഭാര്യ വെറോനിക്ക അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജെയിംസ്, ഷീല, മേഴ്സി എന്നിവർ മക്കളും. സാലി, ജോണി, പരേതനായ തിമോത്തി എന്നിവർ മരുമക്കളുമാണ്. പറപ്പുകര രാപ്പാൾ പെരുമനത്ത് വീട്ടിൽ തങ്കപ്പൻ ഭാര്യ രുക്മിണി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൽപ്പന, പ്രവീൺ, ഗായത്രി എന്നിവർ മക്കളും. മധുസൂദനൻ, പ്രകാശൻ എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് തെക്കേക്കര കോരേത്ത് ഔസേപ്പ് അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോയ്, സിസ്റ്റർ ജോയ്സി, ജെയ്സി, ജൂലി എന്നിവർ മക്കളും. റീന, അജി, ജെയ്സൺ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പോലീസുകാരൻ പിടിയിൽ. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് CPO സജീഷാണ് പിടിയിലായത്. കോടാലിയിൽ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടന്ന് രോഗഭീതി പരത്തുന്നതായി പരാതി. ചെളിവെള്ളത്തിലിറങ്ങി നിന്ന് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്.
ആളൂർ പഞ്ചായത്ത്, കൊടകര ഗ്രാമപഞ്ചായത്തുകളിൽ കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത. പറപ്പൂക്കര പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഞാറ്റുവേല മഹോത്സവവും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ഈ മാസം 5, 6 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.